CHR പട്ടയ വിഷയത്തിൽ സുപ്രീം കോടതിയെ ശരിയായ വിവരം ധരിപ്പിക്കാതെ ഇടതു സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ശരിയായ കണക്കുകൾ നൽകുന്നില്ലെന്നും സത്യവാങ്മൂലത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കേണ്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും സർക്കാരിനെ കൊണ്ട് തെറ്റുതിരുത്തിക്കാനും തയ്യാറാകുന്നില്ലെന്നും ബിജോ മാണി കുറ്റപ്പെടുത്തി. CHR മേഖലയിൽ വിവിധ ചട്ടങ്ങൾ പ്രകാരം നൽകിയ പട്ടയങ്ങളുടെ എണ്ണം, വിസ്തീർണം എന്നിവ സംബന്ധിച്ച് വിവരശേഖരണം നടത്തി 1 വർഷം കഴിഞ്ഞിട്ടും കാര്യങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CHR പട്ടയ വിതരണം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടുള്ളത് 1 വർഷവും 3 മാസവും കഴിഞ്ഞിട്ട് ഈ ഉത്തരവ് പുനഃപരിശോധിക്കാനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഉണ്ടായിട്ടില്ല. സത്യവാങ്മൂലം നൽകിയെന്ന് പറഞ്ഞതല്ലാതെ ഈ പട്ടയവിലക്ക് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുനഃപരിശോധന ഹർജി സുപ്രീം കോടതി നൽകുന്നതിനോ കൃത്യമായ അഫിഡവിറ്റ് നൽകുന്നതിനോ ഉള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. CHRന്റെ വിസ്തൃതി, ഈ മേഖലയിൽ നൽകിയ പട്ടയങ്ങൾ എന്നിവ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ സമർപ്പിക്കാൻ കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ വിവരങ്ങൾ ഇതുവരെ നൽകാത്തതും സുപ്രീം കോടതി അനുമതിയോടെയാണ് ഈ മേഖലയിൽ പട്ടയങ്ങൾ നൽകിയെന്ന കാര്യം സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറയാത്തതുമാണ് പട്ടയ വിതരണം തടയാൻ കാരണം. കേസിൽ സർക്കാർ വ്യക്തമായ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നാണ് റവന്യൂ മന്ത്രിയും മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലയിലെ ഇടതു നേതാക്കളും പറയുന്നത്. എന്നാൽ ഈ വാദം കളവാണെന്ന് സത്യവാങ്മൂലം പരിശോധിച്ചാൽ വ്യക്തമാകും. ഒരു പഠനവും നടത്താതെയാണ് 2007 സത്യവാങ്മൂലം നൽകിയത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് 2024 ഒക്ടോബർ 23 ജില്ലാ ഭരണകൂടം നടത്തിയ വിവരശേഖരണത്തിൽ വ്യക്തമാണ്. കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലങ്ങളും ജില്ലാ ഭരണകൂടം ശേഖരിച്ച വിവരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. CHR കേസുകളിൽ LDF സർക്കാർ കാണിച്ച നിരുത്തരവാദിത്വമാണ് തിരിച്ചടിയായത്. 2007 വരെ CHR മേഖലയിൽ 1993 റൂൾ പ്രകാരം നൽകിയതായി സത്യവാങ്മൂലത്തിൽ പറയുന്ന ആകെ പട്ടയങ്ങൾ 2024 പോലും നൽകിയിട്ടില്ല. ശേഖരിച്ച കണക്കിലെയും സത്യവാങ്മൂലത്തിലെയും പട്ടയങ്ങളുടെ എണ്ണത്തിൽ 30,461 എണ്ണത്തിന്റെ വ്യത്യാസമുണ്ട്. CHRന്റെ ആകെ വിസ്തൃത സംബന്ധിച്ചും തെറ്റായ വിവരങ്ങളാണ് സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പട്ടയ വിതരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടും യഥാർത്ഥ വിവരങ്ങൾ കോടതിയിൽ നിന്നും മറച്ചുവെച്ച് സർക്കാർ മലയോര ജനതയെ വഞ്ചിക്കുകയാണെന്ന് ബിജോ മാണി കുറ്റപ്പെടുത്തി. സത്യവാങ്മൂലത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കേണ്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും സർക്കാരിനെ കൊണ്ട് തെറ്റുതിരുത്തിക്കാനും തയ്യാറാവുന്നില്ല. അടിയന്തരമായി സത്യവാങ്മൂലത്തിലെ തെറ്റുതിരുത്തി യഥാർത്ഥ വസ്തുതകൾ കോടതിയെ ധരിപ്പിച്ച് പട്ടയവിലക്ക് നീക്കാനും CHR പ്രദേശം റവന്യൂ ഭൂമിയായി നിലനിർത്താനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ബിജോ മാണി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR രാമേന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ജോസഫ്, MS മഹേശ്വരൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.